അപ്പോ ഈ വർഷത്തെ ആനുവൽ ഡേ കമ്മിറ്റി കൺവീനറായി മേരിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ഞാൻ കൺവീനർ സ്ഥാനം ഏൽക്കുകയാണ്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. സാധാരണ ആനുവൽ ഡേക്ക് വേണ്ടി കമ്പനി തന്നെ പണം തികയാറില്ല. ഇത്തവണ നമുക്ക് അതിനൊരു പരിഹാരം കാണണം. അതിനെന്താ, നമ്മൾ എല്ലാവരും ചെറിയ തുകകൾ ഇതിലേക്ക് സംഭാവന ചെയ്യണം. അങ്ങനെ പെരുവൊന്നും വേണ്ട. കമ്പനി തരുന്ന കാശ് കൊണ്ടുള്ള ആനുവൽ ഡേക്ക് അങ്ങ് നടത്തിയാൽ മതി. പോരാ, ഇത്തവണത്തെ ആനുവൽ ഡേ നമുക്ക് ഗംഭീരമാക്കണം. ഗംഭീരം എന്ന് പറയുമ്പോ ആനയും അമ്പാരിയും ഒക്കെ ഉണ്ടാവോ? ചിലപ്പോ വെടിക്കെട്ടും ഉണ്ടാവും. പിരിവിടാൻ സൗകര്യം ഇല്ലാത്തൊരിടണ്ട. ഇനി കലാപരിപാടികൾ. ഇത്തവണത്തെ കലാപരിപാടികളിൽ നമ്മുടെ കുടുംബ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ മേരിയുടെ ഹസ്ബൻഡിന്റെ ഒരു പ്രോഗ്രാം വെക്കാമല്ലോ. അല്ല, അദ്ദേഹം വലിയ സംഗീതജ്ഞനാണെന്നല്ലേ മേരി ഒരിക്കൽ പറഞ്ഞത്? ആ അതെ അതെ, സംഗീതത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക ടേസ്റ്റാ. കർത്താവേ, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. പപ്പയ്ക്ക് ഓഫീസിൽ പോകാൻ സമയമായി. മഞ്ഞൾപ്പൊടി ഇങ്ങെടുക്ക്. മോനെ കരയില്ലേ, പപ്പതാ വരുന്നു. മോളെ, ഈ പാലപ്പൊടി മോനെ കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. ഞാനിവിടുന്ന് മാറി ഇതൊക്കെ കരിയും. പിന്നെ കളിക്കുന്ന ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. വളരെ ടേസ്റ്റ് ഒക്കെ മതി. നേരം വെളുക്കുന്നതിന് മുമ്പ് ഓഫീസിലേക്ക് എഴുന്നേറ്റ് ഓടിയില്ലേ നിന്റെ മമ്മി? മമ്മിയോട് പറയാറുന്നില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി തന്നിട്ട് പോയാൽ മതിയെന്ന്? എന്താ മറ്റു ബ്രാഞ്ചിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നതുകൊണ്ട് സ്വാഗത പ്രസംഗം നല്ല സ്റ്റൈലൻ ഇംഗ്ലീഷിലായിരിക്കണം. സ്റ്റൈലിന് ഇംഗ്ലീഷ് വേണമെങ്കിൽ നമുക്ക് അശ്വതിയുടെ ഹസ്ബൻഡിനെ വിളിക്കാം. അദ്ദേഹം ഒരു ഡോക്ടറാണല്ലോ. അയ്യോ, ഡോക്ടർക്ക് ഇതിനൊന്നും വരാൻ നേരം ഉണ്ടാവില്ല. ഈ ഒരു ദിവസത്തേക്ക് ഒരു അല്പസമയം ഫ്രീ ആവാൻ പറയണം. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മിനിറ്റ് പോലും ഡോക്ടർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്കും പേഷ്യൻസാ. അത്രയ്ക്ക് തിരക്കാണോ ഒരു ഹോമിയോ ഡോക്ടർക്ക്? അതെ, അത്രയ്ക്ക് തിരക്കാണ്. ഡോക്ടറെ, മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരാനാ പറഞ്ഞു. നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞങ്ങൾ അകത്തേക്ക് ഒന്ന് എല്ലാം തല്ലിപ്പിടിക്കണോ? എന്റെ ഗുരുവായൂരപ്പ, കാത്ത് രക്ഷിക്കണേ. ഒരു മരുന്നിന്റെ പേര് ഇംഗ്ലീഷ് എഴുതാൻ അറിയാത്ത നിന്നെ ആരാണ് ഡോക്ടറാക്കിയത്? ഇവനെയൊക്കെയാ സാക്ഷരതാ ക്ലാസ്സിൽ അയക്കേണ്ടത്. എന്താ എന്താ പ്രശ്നം? ഓ, ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു പാവം. എടാ പുല്ലേ, നീ ജലദോഷത്തിന് പറഞ്ഞ് കൊടുത്തിച്ച മരുന്നില്ലേ, അത് കഴിച്ചൊരു കുഞ്ഞിനെ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതിന്റെ തൊട്ടടുത്ത കിടക്ക് നിനക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് ചിൽഡ്രൻസ് വാർഡല്ലേ? അക്കാര്യത്തിൽ നീ വിഷമിക്കണ്ട. നിന്നെ ചിൽഡ്രൻസ് വാർഡിൽ കിടത്താവുന്ന പരുവത്തിലാക്കിയിട്ടേ ഞങ്ങൾ കൊണ്ടുപോകൂ. മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു അതോ ഞങ്ങൾ വലിച്ച് പുറത്തേക്ക് ഇടണോ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ പുറത്തേക്ക് വരാം. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. അല്ല, ഡോക്ടർ എന്തിനാ പഠിക്കുന്നത്? ഞാനില്ലേ ഇവിടെ. അതുകൊണ്ടാണ് എനിക്ക് പേടി. ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെങ്കിൽ മരുന്നിന്റെ പേര് മലയാളത്തിൽ എഴുതി കൂടെയാണോ നിനക്ക്? മനുഷ്യരെ കൊല്ലാൻ നടക്കുന്ന ഒരു ഇംഗ്ലീഷ് ഡോക്ടർ. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അയ്യോ, ഡോക്ടർ വരില്ല. എത്ര നിർബന്ധിച്ചിട്ടും കാര്യമില്ലെന്നേ. അല്ല, പ്രസംഗിക്കാനാണെന്ന് ഡോക്ടറോട് മുൻകൂട്ടി പറയണ്ട. അതെന്താ? ഇംഗ്ലീഷ് പ്രസംഗം എന്നൊക്കെ പറഞ്ഞാ പേടിച്ചു പോകുന്നു കരുതിയോ? ഞങ്ങൾ രണ്ടുപേരും പഠിച്ചതേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ. അതറിയാം. അതാണല്ലോ ഇന്നലെ പെർമിഷൻ എന്ന സ്ഥലത്ത് പ്രൊമോഷൻ എന്ന് എഴുതിയത്. ഞാനത് തിരുത്തിയത്. ഓ, ഇനി അതും പറഞ്ഞു ഞെളിയണ്ട. ഒരു UD ക്ലർക്കിന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കിയാൽ ഞാൻ ഓവർ ക്വാളിഫൈഡ്. അതിലെന്ത് കാര്യം? ഓവർ ക്വാളിഫിക്കേഷൻ ഒരു ഡ്രോബാക്ക് ആണ്. എപ്പോഴും എക്സ്പീരിയൻസിനെ പ്രാധാന്യമുള്ളൂ. എക്സ്പീരിയൻസിന്റെ കാര്യമൊന്നും താൻ പറയണ്ട. കൈമണിയും വായിലെ നാക്കുമല്ലാതെ എന്തെങ്കിലും എക്സ്പീരിയൻസ് തനിക്കുണ്ടോ? നിർത്ത്. ഇനി ഇതും പറഞ്ഞ് ഇപ്പോഴേ വഴക്ക് തുടങ്ങണ്ട. സാർ, ഇത് അസൂയാണ് സാർ. എന്നെ കൺവീനർ ആക്കിയതിനുള്ള അസൂയ. അസൂയ തനിക്കാണ്. സൂപ്രണ്ട് സാർ റിട്ടയർ ആകുമ്പോ ക്വാളിഫിക്കേഷൻ കൂടുതലുള്ള ഞാൻ സൂപ്രണ്ട് ആകുമെന്ന് അറിഞ്ഞപ്പോ മുതൽ തുടങ്ങിയതായത്. ആ മനപ്പായസം ഉണ്ടണ്ട. കൂടുതൽ എക്സ്പീരിയൻസ് എനിക്കാ. അപ്പൊ സൂപ്രണ്ട് ആകുന്നത് ഞാനായിരിക്കും. അത് നമുക്ക് കാണാം. കാണാം. മതി. നിർത്ത്. ഈ നിലയിൽ ഇത് മുന്നോട്ട് പോവില്ല. എന്നാ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. മാഡം, നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനില്ലേ? എടുക്കണം. ഇത് രണ്ടെണ്ണം ഇവിടെ ഉള്ളിടത്തോളം കാലം
ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇനി ബാക്കിയുള്ള തീരുമാനമൊക്കെ മാനേജർ സാർ എടുത്തോട്ടെ. എന്റെ ജോലി സമയം മുഴുവൻ നിങ്ങളുടെ വഴക്ക് തീർക്കാൻ വേണ്ടി മാറ്റിവെക്കണമെന്ന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. ഞാനായിട്ട് ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. അത് ശരിയാ, കുഴപ്പക്കാരൻ ഞാനാ. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താ. നിങ്ങളെ രണ്ടിനെയും ഇവിടെ ഇപ്പോഴും ജോലിയിൽ തുടരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് എന്റെ പേരിലുള്ള തെറ്റ്. ആ തെറ്റ് ഞാൻ ഇന്നത്തോടുകൂടി തിരിച്ചേക്കാം. സാറ് ക്ഷമിക്കണം. ഇത്തവണത്തെ കൂടി ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല സർ. ഉണ്ടായാലും ശരി, ഉണ്ടായില്ലെങ്കിലും ശരി, ഇനി ഇത് ഇവിടെ വെച്ച് പൊറപ്പിക്കുന്ന പ്രശ്നമില്ല. ഇപ്പൊ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എന്റെ ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോവാം. ഇനിയിപ്പോ ഇവിടെ ഒന്നും ചെണുങ്ങണ്ട. ഇത്തവണത്തേക്കും കൂടെ ഞാൻ ക്ഷമിച്ചേക്കാം. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. രണ്ടുപേരും ഒപ്പിട്ടിട്ട് പോയിക്കോളൂ. ഹലോ. ഓക്കെ സാർ, ഇപ്പൊ കൊണ്ടുവരാ സാർ. അതെ, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഒരു സ്ഥാപനത്തിന്റെ മാനേജറെ കൊണ്ടാണ് അവിടുത്തെ പ്യൂണിന്റെ ജോലിയൊക്കെ ചെയ്യിക്കേണ്ടത്. സക്കറിയൊക്കെ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം വരാൻ? ഇപ്പൊ ഒന്നല്ല, കുറെ നാളായി ഇത് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട്. ചിട്ടിപ്പിരിവിന് ഞാൻ പോണം, ചായ മേടിക്കാൻ ഞാൻ പോണം, നാളെ വീട്ടു സാമാനങ്ങൾ മേടിക്കാൻ എന്നോട് പറയില്ലെന്ന് ആര് കണ്ടു? ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ? അറ്റ്ലീസ്റ്റ് ഒരു പ്യൂണിനെങ്കിലും വേണ്ട, ഒരു ശിവായി എങ്കിലും ഇവിടെ വയ്ക്കണം. ആയിക്കോട്ടെ, താനൊരു കാര്യം ചെയ്യും, ഇതിലോട്ടൊന്ന് എഴുതിക്കേ. അപ്പോയിന്റ്മെന്റ് ഓർഡർ. അത് പിന്നെ എഴുതാം. ആദ്യം തന്റെ രാജിക്കത്ത് എഴുതാം. എടോ, എല്ലാ ജോലിക്കാരെയും ഞാൻ പിരിച്ചു വിട്ടപ്പോ തന്നെ മാത്രം ഇവിടെ നിർത്തിയത് എന്തിനാണെന്നറിയാവോ? താൻ എന്ത് ജോലിയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ. ഇപ്പൊ തന്നെ മേശപ്പുറത്തിരിപ്പില്ലേ ആ മാനേജർ എന്നെഴുതിയ ഒരു സാധനം, അതാണ് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ അതങ്ങ് എടുത്ത് കളഞ്ഞേരെ. അയ്യോ, അതവിടെ ഇരുന്നോട്ടെ സാർ. ആ ബോർഡില എന്റെ സോഷ്യൽ സ്റ്റാറ്റസ് മുഴുവൻ ഇരിക്കുന്നത്. എന്നൊരു കാര്യം ചെയ്യ, സെക്രട്ടറി ചെല്ല്. എന്താ? അല്ല, എന്റെ ശമ്പളം കിട്ടിയില്ല. ശമ്പളം കിട്ടില്ല? എന്റെ കയ്യിൽ നിന്ന് തനിക്ക് ശമ്പളം കിട്ടില്ല. എടോ, താൻ ഒരുത്തിന് ചിറ്റി വിളിച്ചു കൊടുത്തില്ലേ ഒരു അലാവുദ്ദീന്? അവൻ ഇതുവരെ ഒരൊറ്റ പൈസ തിരിച്ചടച്ചിട്ടില്ല. അതിനെന്താ? അവന്റെ അടക്കൽ തുകയിലേക്ക് തന്റെ ശമ്പളം ഞാൻ വരവെച്ചോളാം. പോരെ? പോരാ, എന്നെ അങ്ങോട്ട് കുത്തി കൊല്ലം കൂടി ചെയ്യും. എല്ലാ പണിയെടുക്കണ ശമ്പളം കൂടി തരില്ല എന്ന് പറഞ്ഞാ? തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. താൻ അലാവുദ്ദീനിൽ നിന്ന് കാശ് വാങ്ങിച്ചോ. ഇനി സക്രിയക്ക് ശമ്പളം തരേണ്ടത് അലാവുദ്ദീനാ. ഞാനോ എന്റെ പാർട്ടിയോ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കയില്ല. എന്തേ? നമ്മുടെ രാജ്യത്തെ സ്വർണം വിദേശത്ത് കൊണ്ട് വിറ്റതിൽ ഒരു തെറ്റുമില്ല. കടം വാങ്ങി തിരിച്ചു കൊടുക്കണം, അതല്ലേ അതിനൊരു ശരി. സക്രിയ, ആ ചിറ്റിക്കാശ് അടക്കണ്ടേ? നിന്നെ അന്വേഷിച്ചാൽ നടക്കാത്ത സ്ഥലമില്ല. ആ കാശിനാ ഞാൻ വന്നത്, അതിങ്ങെടുക്ക. ഇങ്ങനെ ഒന്ന് ചോദിച്ചാൽ എവിടെ നിർത്തി തരാനും? നീ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ പോ. കാശിന്റെ കാര്യം നാളെ വാ, ഞാനൊരു അവധി പറയാം. അലാവുദ്ദീനെ നിന്റെ അത്ഭുത വേലകളൊന്നും എന്റെ അടുത്ത് വേണ്ട. ആ കാശിങ് എടുക്കാനാ പറഞ്ഞത്. പ്ലീസ്, നീ എന്നെ നാറ്റിക്കരുത്. എന്റെ ഒന്നിച്ചു പോകും. നിനക്കുള്ള തല്ലിപ്പൊളി ഇമേജ് അല്ലേ, അത് പൊയ്ക്കോട്ടെ. എടാ, നിനക്കറിയാമോ എന്റെ ഈ മാസം ശമ്പളം കിട്ടിയിട്ടില്ല. മേലിൽ എനിക്ക് ശമ്പളം കിട്ടാനും പോകുന്നില്ല. ശമ്പളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് സമരം ചെയ്യണം. സമരമല്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കൂട്ടുകാരനല്ലെന്ന് വിചാരിച്ചൊരു ഉപകാരം ചെയ്തപ്പോ. ഓഹോ, വരട്ടാനാണ് ഉദ്ദേശമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ എന്താ ചെയ്യുക? സക്രിയ, നീ കാര്യമായിട്ടാണല്ലേ? അതേടാ, കാര്യമായിട്ട് തന്നെ. നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്കൊന്ന് അറിയാം. എന്നാ നീ കണ്ടോ? ഈ വണ്ടി ആരാണ് ഇവിടെ കൊണ്ടുവച്ചത്?